കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ സർക്കാർ നിയോഗിച്ച എത്തിക്സ് കമ്മിറ്റി കൊച്ചിയിൽ സിറ്റിംഗ് നടത്തുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയുടെ അധ്യക്ഷതയിലാണ് സിറ്റിംഗ്. വിവരങ്ങളുമായി സൈഫുന്നിസ അലിയാർ ചേരുകയാണ്. സൈഫുന്നിസ, വലിയ രീതിയിൽ പരാതിയും ആരോപണവും ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി യോഗം നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാകും എത്തിക്സ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയിൽ ഉണ്ടാവുക? തിരുവനന്തപുരം കുളത്തൂരിൽ യുവതിയുടെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന രീതിയിലേക്ക് ഒരു ശസ്ത്രക്രിയ ഉണ്ടാവുകയും ആ ശസ്ത്രക്രിയയിൽ ചികിത്സാ പിഴവ് ഉണ്ടായോ എന്നുമാണ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ രാവിലെ 10:30 എത്തിക്സ് കമ്മിറ്റി യോഗം ചേർന്നത്. ഇന്ന് മൊത്തം 7 കേസുകളാണ് ഈ ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിലുള്ളത്. അതിൽ ഒന്നാണ് ഈ തിരുവനന്തപുരത്തെ യുവതിയുടെ പരാതിയിൽ ഉള്ള കേസ്. നേരത്തെ ഇത് ജില്ലാ സമിതി പരിശോധിച്ചിരുന്നു. ജില്ലാ സമിതിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ കണ്ടെത്തൽ. പക്ഷേ ഇത് എത്തിക്സ് കമ്മിറ്റി സംസ്ഥാന സമിതി തള്ളിയിരുന്നു. ഇക്കാര്യങ്ങൾ അടക്കമാണ്, അതായത് ഈ ശസ്ത്രക്രിയയിൽ ചികിത്സാ പിഴവ് ഉണ്ടായോ എന്നാണ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ നിയോഗിക്കുന്ന ഈ എത്തിക്സ് കമ്മിറ്റി നിയോഗിക്കുന്ന വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടറുടെ സമിതി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഇന്നത്തെ എത്തിക്സ് കമ്മിറ്റിയിൽ പ്രധാനമായും ആരോഗ്യവകുപ്പ് ഡോക്ടർ KJ റീനയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ DMOയും അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. പല കേസുകൾ ഇപ്പോൾ സിറ്റിംഗ് നടത്തി പോവുകയാണ്. ഇപ്പോൾ അത് അവസാനത്തെ കേസായിട്ടാകാം ഈ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി ഗുരുതരാവസ്ഥയിലായ പരാതി എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൈഫുന്നിസ, ഈ പരാതി അവരിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും? ഈ തുടർ ചികിത്സയടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രീതിയിൽ ഇടപെടുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ? സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പലരുടെയും അഭിപ്രായങ്ങൾ, അതായത് ഈ യുവതിയെ പരിശോധിച്ചിരുന്ന പ്ലാസ്റ്റിക് സർജറി വിദഗ്ധൻ അടക്കമുള്ള ഒപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ളവരുടെയും ഈ നിയമപരമായ മറ്റ് ഇടപെടലുകളുമെല്ലാം തന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രതിനിധികളും നേരത്തെ പറഞ്ഞതുപോലെ DMOയും അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനും എല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ശേഷമാകും അതാത് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ ഒരു പ്രത്യേക സമിതി യോഗവും ചേരുന്നത്. എന്തായാലും ഇന്ന് 7 കേസുകളാണ് ഈ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഉള്ളത്. എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ നേരത്തെ ഒരു ജില്ലാ സമിതിയുടെ റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ പിഴവുകൾ ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ യുവതി അടക്കം പറയുകയും ചെയ്തിരുന്നു, ഈ ശസ്ത്രക്രിയ നടത്തി അന്ന് തന്നെ വീട്ടിൽ പോവുകയും പക്ഷേ പിന്നീട് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്ന് ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഡോക്ടർ ഉണ്ടാകില്ല, തിങ്കളാഴ്ച വന്നോളൂ എന്ന് പറയുകയും പിറ്റേ ദിവസമായപ്പോഴേക്കും ഈ യുവതിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയും പിന്നീട് ശരീരമാസകളിൽ പഴുപ്പ് വയ്ക്കുകയും 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരികയൊക്കെ ചെയ്തിരുന്നു. ഈ ഗുരുതരാവസ്ഥയിലായത് ചികിത്സാ പിഴവ് തന്നെയാണ് എന്നാണ് ഈ യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അക്കാര്യങ്ങളാണ് പ്രധാനമായും സർക്കാർ നിയോഗിച്ച എത്തിക്സ് കമ്മിറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശരി സൈഫുന്നിസ, എന്താണെങ്കിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള എത്തിക്സ് കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നുവരുന്നത്. സൈഫുന്നിസ അലിയാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.